ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ശ്രുതിയുടെയും സുധിയുടെയും വിവാഹമൊക്കെ കഴിഞ്ഞു. വലിയ കാര്യത്തിന് അവരിതാ ആ ഒരു വീട്ടുപടിക്കൽ വന്നു. അപ്പൊ വീട്ടുപടിക്കൽ വരുന്ന സമയത്താണെങ്കിലും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, ദേ ചന്ദ്രമതി പെട്ടെന്ന് തന്നെ പോയി ആരതിയും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്ക്. ചന്ദ്രയാണെങ്കിൽ ഇത് കേട്ട പാടെ തന്നെ ആ ഓർഡർ രേവതിക്ക് കൈമാറുകയാണ്. രേവതി, നീ കേട്ടില്ലേ? പോയി വേഗം തന്നെ ആരതിയൊക്കെ ഒരുക്കിക്കൊണ്ട് വാ. ദേ ഇവരെ സ്വീകരിക്കാനുള്ളതാണ്. എന്തായാലും ആ ആരതി തട്ടുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രേവതി അകത്തോട്ട് പോകുമ്പോൾ സച്ചി പറഞ്ഞു, അച്ഛാ കല്യാണമൊക്കെ കഴിഞ്ഞു, ദേ അവൻ ഇവിടെ നിൽക്കുന്നുമുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഇവൻ പോവാൻ തുടങ്ങുമ്പോഴത്തേക്കിനും രവി പറഞ്ഞു, എൻ്റെ പൊന്ന് സച്ചി, ഇവരെ അകത്ത് കൊണ്ടുപോയിട്ട് അവർക്ക് വേണ്ടുന്ന ചടങ്ങുകളൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തിട്ട് നീ ഇന്ന് പോയാൽ മതി. അതെ അച്ഛാ, ഒരുപാട് കടമുണ്ട് എനിക്ക്, ഇതൊക്കെ ഞാൻ ഓടിയിട്ട് തന്നെ വീട്ടണമെന്നും പറഞ്ഞ് ഇവൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സച്ചി, അച്ചമ്മ പറഞ്ഞാൽ നീ കേൾക്കില്ലേന്നും പറഞ്ഞ് നമ്മുടെ അച്ചമ്മ അങ്ങ് ഇടപെട്ടു. ആയിക്കോട്ടെ എന്നും പറഞ്ഞ് വായൊക്കെ പൊത്തി നമ്മുടെ സച്ചി അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയമാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് പോലീസുകാരെയാണ്. അപ്പം ഈ നവീൻ എന്ന് പറയുന്ന ആൾക്ക് ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ആക്സിഡൻ്റ് ഉണ്ടാകുന്നതിന് മുന്നേ നമ്മുടെ സച്ചിയുമായിട്ട് ഒരു കശപിശയൊക്കെ നടന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ CCTV ഫുട്ടേജും ഒക്കെ പരിശോധിച്ചു. അങ്ങനെ സച്ചിയുടെ കാറാണെന്നും സച്ചിയുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് പോലീസുകാർ ഇവരുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ രേവതി ആരതി തട്ടുമൊക്കെ ആയിട്ട് വന്നു. അപ്പൊ ചന്ദ്രയാണെങ്കിൽ ഇനി മതി, നീ അങ്ങ് മാറി നിൽക്കെന്നും പറഞ്ഞ് രേവതിയെ സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് അച്ചമ്മ നിൽക്കേ തന്നെ ഇവള് പറയുകയാണ്, ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടുപേരും ഇങ്ങ് അടുത്ത് നിന്നേ, ഞാൻ നല്ലതുപോലെ നിങ്ങളെ ഒന്ന് ആരതി എടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അച്ചമ്മ പറഞ്ഞു, അല്ല ചന്ദ്ര, കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നീയും രേവതിയും തന്നെയാണ്. അതുകൊണ്ട് ആദ്യം രേവതിയുടെ കയ്യിലേക്ക് നീ ആ തട്ട് കൊടുക്ക്. അതിനുശേഷം ആ സൈഡിൽ നീയും കൂടെ പിടിക്ക്. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ശ്രുതിയെയും ശ്രുതിയെയും ആരതി ഒഴിയണമെന്ന് പറഞ്ഞു. ചന്ദ്രയാണെങ്കിൽ മനസ്സില്ലാ മനസ്സോടുകൂടി ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും ശ്രുതിയുടെ ചങ്ക് ഇങ്ങനെ പടപടായി ഇടിക്കുകയാണ്. നവീൻ എങ്ങാനും ഇനി ഈ വീട്ടിലേക്കെങ്ങാനും വന്നാലോ, എന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയാൽ ഇതുവരെ താൻ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നശിപ്പായി പോവുമല്ലോ. ആ ഒരു ടെൻഷനിൽ ഇവളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും, അല്ല മോളെ നിനക്ക് എന്താ ഒരു ടെൻഷൻ എന്നും പറഞ്ഞ് ചന്ദ്രമതി കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ഒന്നുമില്ലമ്മേ, ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചതാ. ഈ വീടും പരിസരമൊക്കെ ഞാനൊന്ന് വീക്ഷിച്ചതാണ്. ഇനി ഞാൻ ഇവിടെയല്ലേ താമസിക്കേണ്ടതെന്നതൊക്കെ ഇവളിങ്ങനെ പറയുമ്പോൾ, ദേ ശ്രുതി, നിനക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാട്ടോ. ഈ വീട്ടിലെ മുക്കും മൂലയും ഒക്കെ ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞ് വലിയ കാര്യത്തിന് ശ്രുതിയും ഇങ്ങനെ സംസാരിക്കുക. പിന്നെ ഇത് വലിയ ബംഗ്ലാവല്ലേ, അവിടെയൊക്കെ കൊണ്ടു നടന്ന് കാണിക്കാനെന്നും പറഞ്ഞ് സച്ചിയുടെ വക ഒരു കമന്റ്. എടാ സച്ചി, നീ മിണ്ടാതിരിക്കെന്നും പറഞ്ഞ് അച്ഛൻ അവനും ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കിനും സച്ചി മിണ്ടാതെ നിന്നു. അങ്ങനെ ചന്ദ്രമതിയും രേവതിയും കൂടെ ചേർന്ന് ശ്രുതിയെയും ശ്രുതിയും ഒക്കെ ആരതി ഒഴിഞ്ഞു. ആ ആരതി തട്ടെടുത്ത് ചന്ദ്രമതി ശ്രുതിയല്ല കേട്ടോ, രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കിനും രേവതി ആണെങ്കിൽ അത് കളയാൻ പോകുമ്പോൾ അച്ചമ്മ പറഞ്ഞു, അല്ല ചന്ദ്രൻ, എല്ലാത്തിനും മുൻകൈ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നീ തന്നെയാണല്ലോ. അതുകൊണ്ട് ആ ആരതി തട്ട് നീ തന്നെ കൊണ്ട് കൊട്ടിക്കളഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. ചന്ദ്രയാണെങ്കിലും മനസ്സില്ലാ മനസ്സോടുകൂടി അച്ചമ്മയെ കുറ്റമൊക്കെ പറഞ്ഞു. അച്ചമ്മയെ കുറിച്ച് ഇങ്ങനെ ചീത്ത രീതിയിലൊക്കെ ആലോചിച്ചു. ഇവര് വന്നത് കൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത്. എന്തേലും ആയിക്കോട്ടെ, 2 ദിവസം കഴിയുമ്പോൾ പോയിക്കോളുമല്ലോ എന്നും പറഞ്ഞ് ഇവൾ അതൊക്കെ കൊണ്ടുവന്ന് കൊട്ടിക്കളഞ്ഞു. അങ്ങനെ വലതുകാല് വെച്ച് ശ്രുതിയും സുധിയും കൂടെ പുതിയൊരു ജീവിതത്തിലേക്ക് തുടങ്ങുകയാണ്. അപ്പം അവരകത്തോട്ട് കയറിയതും സച്ചിയാണെങ്കിൽ, ഇനിയെങ്കിലും ഞാൻ പോയിക്കോട്ടെ. ഇല്ലടാ, പോവാറായിട്ടില്ല, ഇവർക്ക് പാലും പഴവും കൊടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് രവി ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ചന്ദ്രമതി പറഞ്ഞു, അല്ല രേവതി, വേഗം പോയി പാലുണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ രേവതി പറഞ്ഞു, ഇപ്പൊ കൊണ്ടുവരാമെന്നും പറഞ്ഞ് അവള് പോവാൻ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ചന്ദ്രമതി പറഞ്ഞു, അതെ, പാലിനകത്ത് കുറച്ച് ബദാം പൗഡർ കൂടെ കലക്കിക്കോ. അയ്യോ അമ്മേ, ബദാം ഇല്ലല്ലോ. ബദാം ഇല്ലെങ്കിൽ എന്താ, ഇച്ചിരി വിമ്മെടുത്ത് കലക്കിയാലും മതിയല്ലോ എന്ന് സച്ചി അങ്ങനെ പറഞ്ഞു. ഇത് കേട്ടതും ചന്ദ്രമതി ആണെങ്കിൽ, എടാ നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, മിണ്ടാതെ അവിടെ എങ്ങാനും നിന്നോന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ സച്ചി അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്താണെങ്കിൽ രേവതി പാലൊക്കെ തിളപ്പിക്കാൻ പോകുമ്പോൾ, എൻ്റെ ചന്ദ്രേ, ദേ പാല് തിളച്ച് വരാനൊക്കെ ഒരു സമയം പിടിക്കും, ആ സമയമൊക്കെ നീ ആ രേവതിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് രവി ആണെങ്കിൽ ചന്ദ്രയെ കളിയാക്കുകയാണ്.
അങ്ങനെ പാലൊക്കെ തിളപ്പിച്ചുകൊണ്ട് വന്നു. ഈ സമയത്താണെങ്കിൽ ശ്രുതിക്ക് കൊടുക്കുന്ന സമയം ശ്രുതി പറഞ്ഞു, എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി, എൻ്റെ ആഗ്രഹം പോലെ തന്നെ വിവാഹമൊക്കെ മംഗളമായിട്ട് നടന്നല്ലോ. അങ്ങനെ പാല് കുടിക്കുമ്പോഴത്തേക്കിനും സച്ചി പറഞ്ഞു, എടാ ഇത് മുഴുവനും നിനക്ക് വലിച്ചു കയറ്റാനല്ല, പകുതി ആ പെങ്കൊച്ചിന് കൊടുക്കണമെന്ന് പറഞ്ഞതും. ഓ ഇവനെ കൊണ്ട് തോറ്റല്ലോ, എടാ ഒന്നും മിണ്ടാതെ ഇരിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ബഹളം വെക്കാൻ തുടങ്ങി. അപ്പൊ അച്ഛമ്മ പറഞ്ഞു, സച്ചി നീ എന്തിനാ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത്? ഒന്നുമില്ല, നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സച്ചി അവിടെ മിണ്ടാതെ നിൽക്കുമ്പോഴത്തേക്കിനും ശ്രുതിയും പാലിന്റെ പകുതിയൊക്കെ കുടിച്ചു. അവരിങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കിനും ശ്രുതിക്കാണെങ്കിൽ ആ പേടിയുണ്ടല്ലോ നവീന്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട്. അപ്പൊ അവളുടെ കൂട്ടുകാരി അവളുടെ കാതിലൊരു സ്വകാര്യം പറയുകയാണ്. സച്ചി ആണെങ്കിൽ ഇത് കേട്ടതും, അല്ല എന്താണ് രണ്ടുപേരും കൂടെ ഒരു സ്വകാര്യം, എടാ അവര് കൂട്ടുകാരാണെന്നും പറഞ്ഞ് ചന്ദ്രമതി സച്ചിയോട് ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും അങ്ങോട്ട് 2 പോലീസുകാർ വരികയാണ്. പോലീസുകാരെ കണ്ടതും ചന്ദ്ര പറഞ്ഞു, വന്നിട്ടുണ്ട്, നിന്നെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്. ദേ നീ എന്തെങ്കിലും ഒരു തട്ടുകേട് കാണിച്ചു കാണും, ആരെങ്കിലും നീ തല്ലിയോടാന്ന് ചോദിച്ച് ചന്ദ്രമതി നമ്മുടെ സച്ചിയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. അപ്പൊ സച്ചി പറഞ്ഞു, എന്താ സാറേ എന്താ പ്രശ്നം, സച്ചിദാനന്ദന്റെ വീടല്ലേ ഇതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അതെ സാറേ ഞാനാണ് സച്ചി എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി മുന്നിലേക്ക് നിൽക്കുമ്പോഴത്തേക്കിനും, സാറേ എന്താ സാറേ പ്രശ്നമെന്ന് ചോദിച്ച് രേവതി കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് വരികയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ ചന്ദ്രമതി പറഞ്ഞു, എന്ത് കാര്യം പറയാനാ, ഇവൻ എവിടെയെങ്കിലുമൊക്കെ പോയി തല്ലോ പിടിയോ ഒക്കെ ഉണ്ടാക്കി കാണും, അതുകൊണ്ട് തന്നെ ഈ ദിവസം തന്നെ പോലീസുകാർ ഇവനെ പൊക്കാൻ വന്നതായിരിക്കും സാറേ, ഇവനാണ് പ്രതി, ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ തന്നെ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ രവി ചോദിച്ചു, എന്താ സാറേ പ്രശ്നം? അതെ നിങ്ങൾ ഇന്ന് ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സച്ചി പറഞ്ഞു, ഉണ്ടാക്കിയായിരുന്നു സാറേ, അത് അവൻ അത്രയും മോശമായിട്ടൊക്കെ സംസാരിച്ചത് കൊണ്ടാണ്, അല്ല നിങ്ങൾക്ക് അയാളെ പരിചയമുള്ളതാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും എനിക്ക് പരിചയമൊന്നുമില്ല, അയാൾ എൻ്റെ വണ്ടിയിൽ കയറി, അതിനുശേഷമാണെങ്കിലോ അയാൾ ഒരു പെങ്കൊച്ചിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു. ഇതൊക്കെ കേട്ട് നിന്നിട്ട് എനിക്ക് സഹിച്ചില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ തല്ലിയത്. അപ്പൊ ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു കേട്ടോ, എടാ നിനക്ക് എന്തിന്റെ കേടാണ്, ഇന്ന് എൻ്റെ കല്യാണ ദിവസമാണ്, ഈ ദിവസം തന്നെ നീ അവരോടൊക്കെ പ്രശ്നം ഉണ്ടാക്കി പോലീസിനെ ഈ വീട്ടിൽ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുമ്പം, അതെ അമ്മയും പെങ്ങളെയൊക്കെ കുറിച്ച് അത് എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാവരെയും കാണുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ത്രീകളെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ ഈ സച്ചി പ്രതികരിക്കും, അതിന് എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിക്കുമെന്ന് സച്ചി പറഞ്ഞു. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും സച്ചിയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് നമ്മുടെ രേവതിക്ക് മനസ്സിലായി. അല്ല സാറേ അയാൾക്കിപ്പോൾ എന്താ പറ്റിയെന്ന് സച്ചി ചോദിക്കുമ്പം നീയുമായിട്ടുള്ള പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് അവൻ നേരെ പോയതും അവന് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി എന്ന് പറഞ്ഞതും നമ്മുടെ ശ്രുതിക്ക് ഒരു ഇതെല്ലാം ആശ്വാസമായി. അല്ല നിങ്ങൾ തങ്ങളിൽ സംസാരിച്ചപ്പം ഏതോ ഒരു പെങ്കൊച്ചിനെ കുറിച്ച് അവൻ മോശമായിട്ട് പറഞ്ഞില്ലേ, ആ പെങ്കൊച്ചിനെ നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും സച്ചിയാണെങ്കിൽ നമ്മുടെ ശ്രുതിയെ ഒന്ന് നോക്കുകയാണ്. അപ്പൊ ശ്രുതി പേടിച്ച് നിൽക്കുന്നത് കാണിക്കുക, ഇനി സച്ചി എന്തെങ്കിലും സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ ശ്രുതിയോട് അങ്ങനെ നോക്കിയത് എന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. സസ്പെൻസ് ഇട്ടുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ, താങ്ക്